ഹലോ ഫ്രണ്ട്സ്, ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു സ്കാലപ്പ് നെക്ക് ചെയ്ത് നോക്കിയാലോ. ഇതിനുവേണ്ടി ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്ലിറ്റ് ടോപ്പിനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മെഷർമെൻറ്റ് അനുസരിച്ച്. അപ്പോൾ അതാ ക്യാൻവാസിൽ ഇതേപോലെ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് 4.5 വീതിയും അതേപോലെ 6 ഇഞ്ച് ഇറക്കമാണ് കേട്ടോ ഫ്രണ്ട് നെക്കിന് കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും എല്ലാം ഞാൻ സ്കാലപ്പാണ് കേട്ടോ ഈ കുർത്തിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ബോക്സ് ആക്കി എടുത്തു. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു വി വരച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് 1 ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട്. നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ സ്കാലപ്പിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതേപോലൊരു കോയിൻ എടുത്തിട്ട് ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു ഹാഫ് സർക്കിൾ വരച്ചു. എന്നിട്ട് ഇതേപോലെ ആ സർക്കിൾ വരച്ചിടത്തുനിന്ന് ഒരു ലൈൻ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഹാഫ് സർക്കിൾ മൊത്തം ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ രണ്ടാമത് ഞാൻ ലൈൻ വരച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കയറി ഇറങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ ഒരു ലൈൻ വരച്ചു കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ ഹാഫ് സർക്കിളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, വരച്ചെടുക്കുകയാണ്. എന്നിട്ട് താഴ്ഭാഗത്ത് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചരിച്ച് വരച്ചെടുത്തതേ ഉള്ളൂ. ഒരു ചെറിയൊരു സർക്കിൾ കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ പതിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതും ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. സെൻറ്ററിൽ ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. വരച്ചെടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ് ക്ലോത്തിൽ ഇതേപോലെ ലൈനിങ് ക്ലോത്തിൻ്റെ അതിൻ്റെ 3 വശമൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് 3 സൈഡ് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ബ്ലറായി പോകുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ബ്ലറാവുന്ന കാര്യം കണ്ടത്. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതല്ലേ എന്ന് കരുതിയിട്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നിന്ന ബാലൻസ് ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് മുകളിൽ ഇരിക്കുന്നത്. അതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്. കറക്റ്റ് സെൻറ്റർ നോക്കി പ്ലേസ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറും ഇതേപോലെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നൊക്കെ കുത്തി കൊടുത്ത് നമുക്ക് സെക്യൂർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിക്കോണേ. നമ്മുടെ ആ മിഷനിൽ ഒരു സൂചി പൊക്കാനും താക്കാനുമായിട്ടുള്ളൊരു ബട്ടൺ ഉണ്ടാവുമല്ലോ, അത് മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലാതെ ചവിട്ടുന്നൊന്നുമില്ല, മോട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ സ്വിച്ച് ഉപയോഗിച്ച് മാത്രമാണ് ഞെക്കി ഞെക്കി കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ ഞാൻ നോക്കിയില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ എനിക്ക്. എന്നിട്ട് വളഞ്ഞ് സൂചി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ സൂചി തുണിയിൽ കുത്തി നിർത്തിയിട്ട് മാത്രമേ നമ്മുടെ ക്യാൻവാസും തിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിൽ നിന്ന് മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സൂചി നിർത്തി തുണി തിരിച്ചെടുക്കുക, കുത്തി നിർത്തി മാത്രം തുണി തിരിച്ചെടുക്കുക കേട്ടോ. അധികം ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ടൈം എടുക്കും കേട്ടോ. നല്ല ടൈം എടുത്താണ് ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. കാരണം അത്രയും ശ്രദ്ധിച്ച് മാത്രം ചെയ്താലേ അത് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പാളിപ്പോവും. അതുകൊണ്ട് പക്ഷേ എന്താ പറയുക, എപ്പോഴും നമ്മൾ സെയിമായിട്ട് ഉപയോഗിക്കുന്ന നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്താൽ എപ്പോഴും ഒരു ഒന്ന് വേറിട്ട് നിൽക്കും. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ കാര്യം നടക്കും. പിന്നെ
കുറച്ച് മെനക്കെടാൻ കൂടെ മനസ്സുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ, ഇല്ലാത്തവർക്ക് നടക്കത്തില്ല. അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഞാൻ ആ പിന്നൊക്കെ ഊരി മാറ്റിയിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ കട്ട് ചെയ്യണം. അതിൽ കൂടുതൽ കട്ട് ചെയ്താൽ തുണി ഇരിഞ്ഞു പോകും കേട്ടോ. നമ്മൾ തിരിച്ചിടുമ്പോഴത്തേനും ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ഇരിഞ്ഞു പോകും. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. അത് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ചെറിയ വെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെട്ടിടുമ്പോൾ അടുപ്പിച്ച് വെട്ടിടുക, അല്ലെങ്കിൽ തിരിഞ്ഞ് ഈ ഷേപ്പിൽ തന്നെ വരണം. അതാണ് നമ്മുടെ മെയിൻ 1/2 ഇഞ്ച് ഗ്യാപ്പല്ല, 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഓരോ വെട്ടും അടുപ്പിച്ചാണ് ഞാൻ ഇടുന്നത്. സ്റ്റിച്ചിൻ്റെ തുമ്പിൽ വരെ ചെല്ലണം കേട്ടോ, എന്നാൽ മാത്രമേ ആ ഷേപ്പിൽ നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണ്. അകത്തേക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഷേപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ കൈ അകത്തേക്ക് ഇട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്യുന്നത്. അധികം കൂർത്ത് നിൽക്കുക നമ്മുടെ ഒരു ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് നമ്മുടെ കൈ അകത്തേക്ക് ഇട്ടാൽ കറക്റ്റായിട്ട് തിരിഞ്ഞു വരും കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അയൺ ചെയ്താൽ ബെറ്ററാണേ. അപ്പം അയൺ ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ അയൺ ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് സർക്കിൾ വരുന്നിടത്ത് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയോ അതോ ബീഡ്സ് തുന്നി പിടിപ്പിക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഹാഫ് സർക്കിളിൻ്റെ ആൻറ്റിക് ബീഡാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഹാഫ് സർക്കിളാണ്, അത് തുന്നി പിടിപ്പിക്കുകയാണേ. ആദ്യം ഞാനിതൊന്ന് ഹെം ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം ഹെം ചെയ്തെടുത്തിട്ടാണ് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ബീഡ് തുന്നി പിടിപ്പിക്കുന്നത്. നമുക്ക് മെഷീനിൽ തന്നെ അത് കറക്റ്റായിട്ട് വളച്ച് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും ബീഡ്സ് തുന്നി പിടിപ്പിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു കറക്റ്റായിട്ട് ഹെം ചെയ്തെടുക്കാമെന്ന്. ഹെം ചെയ്യുമ്പോൾ തീരെ നൂല് കാണാൻ പാടില്ല കേട്ടോ. നൂല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബോറായിപ്പോവും. തീരെ കാണാത്ത രീതിയിൽ വേണം ഹെം ചെയ്തെടുക്കാൻ. ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബീഡ്സ് കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാൻ എൻ്റെ ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലും ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും മെനക്കെട്ടാൽ നടക്കും കേട്ടോ. ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം ഫ്രണ്ട് നെക്ക് ചെയ്താൽ മതി കേട്ടോ. ബാക്ക് നെക്കിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് വരും ഫ്രണ്ട് നെക്ക്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബൈ.